എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ ചെടി നന്നായിട്ട് വളരാനും ധാരാളം മുളകുകൾ ഉണ്ടാവാനുള്ള 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇതുപോലെ വീട്ടിൽ പച്ചമുളകും അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ അധികം കൃഷിയൊന്നും ഇല്ലെങ്കിലും ഒരു വീട്ടിൽ സാധാരണ ഒരു പച്ചമുളകിൻ്റെ തൈയെങ്കിലും ഉണ്ടാവും നാട്ടിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്കപ്പോൾ വീഡിയോ ഒന്ന് നോക്കിയിട്ട് വരാം. ആദ്യം പറയുന്നത് പച്ചമുളകിൻ്റെ ഇലകളിൽ തളിക്കാനുള്ള കാര്യമാണ്. ആദ്യം ഇതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം 1 കപ്പിൻ്റെയൊക്കെ ഒരു പകുതി ഭാഗത്തോളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കുടം വെളുത്തുള്ളിയുടെ ഒരു പകുതി ഭാഗം ചതച്ച് ചേർക്കുക. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. വെളുത്തുള്ളിയുടെ സത്ത് അതിലോട്ട് ഫുള്ള് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്കിതിൽ വെള്ളവും കൂടി മിക്സ് ചെയ്യണം. ഒരു 1/2 കപ്പ് ആകുമ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1 കപ്പ് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടിയുടെ ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളുടെ മുകൾ ഭാഗത്തും പിന്നെ കൈകൊണ്ട് പിടിച്ചിട്ട് ഇലയുടെ താഴെ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് നന്നായിട്ട് അതിൻ്റെ ഇലകൾക്കൊക്കെ എന്തെങ്കിലും കേടുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നന്നായിട്ട് ഇലകൾ വരുള്ളൂ. ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചമുളകിന് ഇട്ട് കൊടുക്കാൻ പറ്റിയ വളമാണ് പറയുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ. ഇതിൽ ഒരു 1/2 കപ്പോളം കപ്പലണ്ടി പിണ്ണാക്ക്, 1/4 കപ്പോളം വേപ്പിൻ പിണ്ണാക്ക്, ധാന്യപ്പൊടി, പിന്നെ ശർക്കര, പഴം, പിന്നെ ചാണകം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ കപ്പിൻ്റെ ആ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് എടുത്താൽ മതി. ഏത് പാത്രത്തിലാണെങ്കിലും ഈ ഒരു അളവ് വെച്ചിട്ട് എടുക്കുക. പിന്നെ 2-3 ചെറിയ പഴമാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുവിധം വലിപ്പത്തിലുള്ള ഒരു ബക്കറ്റ് തന്നെ എടുത്തോളൂ. ഇത് നമുക്ക് ഒരു 3 ദിവസം ഇങ്ങനെ തന്നെ വെക്കണം. അത് നമുക്ക് 2 നേരം ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1 കപ്പ് എടുക്കുമ്പോൾ 5 കപ്പോളം വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചമുളകിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ആ ഒരു തെളി ഭാഗം എടുത്തിട്ട് കടയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചുറ്റിനുമായിട്ട്. അതുപോലെ പച്ചമുളകിന് മാത്രമല്ല ഏത് ചെടികൾക്കും നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ ചെടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചധികം വെള്ളം മിക്സ് ചെയ്തോളൂ. അതുപോലെ തന്നെ തെളിയാണ് ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ കൂടുതൽ നല്ലത്. പിന്നെ നല്ല അടിഭാഗം വരുമ്പോൾ കട്ടിയുള്ളതാവില്ലേ, അത് നമുക്ക് വാഴ പോലത്തെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം, വലുതിനൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും, ധാരാളം പച്ചമുളക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.